ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSCയിൽ നോക്കുന്ന ഏറെ സുപ്രധാനമായിട്ടുള്ള സ്കൂൾ പാഠ്യപദ്ധതിയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ്. ഇതിനു മുമ്പും സ്കൂൾ തലത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവർ ആ വീഡിയോയും കൂടെ കാണുക. അപ്പോൾ അതും കൂടെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പം ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കുകയോ നശിപ്പിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഇതാണ് ഡാഷ്. മാസ് സംരക്ഷണ നിയമം. മാസ് സംരക്ഷണ നിയമം എന്നാൽ ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കപ്പെടുകയോ നശിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കുകയുമില്ല, അതേപോലെ നശിപ്പിക്കുകയില്ല. ഇതാണ് മാസ് സംരക്ഷണ നിയമം. ഒരു രാസപ്രവർത്തനത്തിൽ മാസ് നിർമ്മിക്കുകയുമില്ല, അത് നശിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഇതാണ് മാസ് സംരക്ഷണ നിയമം. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ അന്റോയിൻ ലാവോസിയ. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയ. മാസ് സംരക്ഷണ നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയ. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞൻ അന്റോയിൻ ലാവോസിയ. നൈട്രിക്, സൾഫ്യൂരിക്, ഫോസ്ഫറിക് ആസിഡുകളിൽ ഓക്സിജൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയ. ഓക്സിജനും ഹൈഡ്രജനും പേരുകൾ നൽകിയത് അന്റോയിൻ ലാവോസിയാണ്. ഓക്സിജനും ഹൈഡ്രജനും പേരുകൾ നൽകിയതും അന്റോയിൻ ലാവോസിയ തന്നെയാണ്. ഒരു കഷണം മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടി എന്താണ്? ഒരു കഷണം മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടി എന്താണ്? മഗ്നീഷ്യം ഓക്സൈഡ്. മഗ്നീഷ്യം ഓക്സൈഡാണ് ഒരു കഷണം മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വെളുത്ത പൊടി. അതാണ് മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്നത്. ഒരു കഷണം മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോൾ ഉള്ള അവികാരകങ്ങൾ ഏതെല്ലാം? മഗ്നീഷ്യവും ഓക്സിജനും. ഒരു കഷണം മഗ്നീഷ്യം വായുവിൽ കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന അവികാരകങ്ങൾ ഏതെല്ലാം? മഗ്നീഷ്യവും ഓക്സിജനും. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയ. ജ്വലന പ്രക്രിയയിൽ ഓക്സിജൻ്റെ പങ്ക് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് അന്റോയിൻ ലാവോസിയ. രാസസമവാക്യത്തിലെ അവികാരക ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാക്കി എഴുതുന്നതാണ് രാസസമീകരണം. രാസസമവാക്യത്തിലെ അവികാരക ഭാഗത്തെ തന്മാത്രകളിലെ ഓരോ മൂലകത്തിൻ്റെയും ആറ്റങ്ങളുടെ ആകെ എണ്ണവും ഉൽപ്പന്ന ഭാഗത്തെ തന്മാത്രകളിലെ ആറ്റങ്ങളുടെ ആകെ എണ്ണവും തുല്യമാക്കി എഴുതുന്നതാണ് രാസസമീകരണം. ജലത്തിൻ്റെ രൂപീകരണത്തിലെ സമീകരിച്ച രാസസമവാക്യത്തിൽ അവികാരക ഭാഗത്തെ ആകെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 4. ജലത്തിൻ്റെ രൂപീകരണത്തിലെ സമീകരിച്ച രാസസമവാക്യത്തിൽ അവികാരക ഭാഗത്തെ ആകെ ഹൈഡ്രജൻ ആറ്റങ്ങളുടെ എണ്ണം എത്ര? 4.
അമോണിയ നിർമ്മിക്കപ്പെടുമ്പോൾ ഉള്ള ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങൾ എത്ര വീതമാണ്? അമോണിയ നിർമ്മിക്കപ്പെടുമ്പോഴുള്ള ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങൾ എത്ര വീതമാണ്? നൈട്രജൻ 2, ഹൈഡ്രജൻ 2. അമോണിയ നിർമ്മിക്കപ്പെടുമ്പോഴുള്ള ഉൽപ്പന്ന ഭാഗത്തെ ആറ്റങ്ങൾ എത്ര വീതമാണ്? നൈട്രജൻ 2, ഹൈഡ്രജൻ 2. മഗ്നീഷ്യം ക്ലോറിനുമായി സംയോജിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ ഡാഷാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത്. ക്ലോറിൻ. മഗ്നീഷ്യം ക്ലോറിനുമായി സംയോജിച്ച് മഗ്നീഷ്യം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിൽ ഡാഷ് ആണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത്. അവിടെ ക്ലോറിനാണ് ഇലക്ട്രോൺ സ്വീകരിക്കുന്നത്. ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന പ്രവർത്തനമാണ് ഡാഷ് ഓക്സീകരണം. ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനമാണ് ഓക്സീകരണം. ഓക്സീകരണം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. സോഡിയം ക്ലോറിനുമായി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനത്തിന് ഓക്സീകരണവും നിരോക്സീകരണവും സംഭവിക്കുന്ന ആറ്റങ്ങൾ ഏതെല്ലാം ആണ്? ഓക്സീകരണം സംഭവിക്കുന്ന ആറ്റമാണ് സോഡിയം. നിരോക്സീകരണം സംഭവിക്കുന്ന ആറ്റമാണ് ക്ലോറിൻ. സോഡിയം ക്ലോറിനുമായിട്ട് ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാകുന്ന പ്രവർത്തനത്തിൽ ഓക്സീകരണവും നിരോക്സീകരണവും സംഭവിക്കുന്ന ആറ്റങ്ങൾ ഏതെല്ലാം ആണ്? ഓക്സീകരണം സംഭവിക്കുന്ന ആറ്റം സോഡിയം. ഓക്സീകരണം സംഭവിക്കുന്ന ആറ്റമാണ് സോഡിയം. നിരോക്സീകരണം സംഭവിക്കുന്ന ആറ്റം ക്ലോറിൻ. നിരോക്സീകരണം സംഭവിക്കുന്നത് ക്ലോറിൻ. അടുത്തത്, സോഡിയം ക്ലോറിനുമായി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന രാസപ്രവർത്തനത്തിൽ ഓക്സികാരി, നിരോക്സികാരി ഇവ ഏതൊക്കെയാണ്? ഓക്സികാരി ക്ലോറിനും നിരോക്സികാരി സോഡിയമാണ്. സോഡിയം ക്ലോറിനുമായി ചേർന്ന് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്ന രാസപ്രവർത്തനത്തിൽ ഓക്സികാരി, നിരോക്സികാരി ഇവ ഏതൊക്കെയാണ്? ഓക്സികാരി ക്ലോറിനും നിരോക്സികാരി സോഡിയമാണ്. അപ്പോൾ മുമ്പത്തെ രണ്ട് ക്വസ്റ്റ്യൻ തമ്മിൽ മാറി പോകണ്ട. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെയാണ് ആ ആറ്റത്തിൻ്റെ ഡാഷ് എന്ന് പറയുന്നത്. അതാണ് ഓക്സിഡേഷൻ നമ്പർ. ഒരു പദാർത്ഥത്തിലെ എല്ലാ ബന്ധനങ്ങളും അയോണികമായി പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലെയും രൂപം കൊള്ളുന്ന ചാർജിനെ അയോണികമായിട്ട് പരിഗണിച്ചാൽ അതിലെ ഓരോ ആറ്റത്തിലും രൂപം കൊള്ളുന്ന ചാർജിനെ ആണ് ആ ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്സീകരണ പ്രവർത്തനവും നിരോക്സീകരണ പ്രവർത്തനവും ഒരേ സമയം തന്നെ നടക്കുന്നുവെങ്കിൽ രണ്ടും ചേർത്ത് ഡാഷ് എന്ന് പറയും. റിഡോക്സ് പ്രവർത്തനം. ഓക്സീകരണ പ്രവർത്തനം നിരോക്സീകരണ പ്രവർത്തനവും ഒരേ സമയം തന്നെ നടക്കുന്നു. ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയത്ത് നടക്കുന്നുവെങ്കിൽ രണ്ടും ചേർത്ത് നമ്മൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയും. റിഡോക്സ് പ്രവർത്തനം എന്ന് വെച്ചാൽ ഓക്സീകരണവും നിരോക്സീകരണവും ഒരേ സമയം നടക്കുന്നതിനെയാണ് നമ്മൾ റിഡോക്സ് പ്രവർത്തനം എന്ന് പറയുന്നത്. ഒരു ഡാഷ് പ്രവർത്തനത്തിൽ ഓക്സികാരിക്ക് നിരോക്സീകരണവും നിരോക്സികാരിക്ക് ഓക്സീകരണവും സംഭവിക്കുന്നു. അതാണ് റിഡോക്സ് പ്രവർത്തനം. ഒരു റിഡോക്സ് പ്രവർത്തനത്തിലാണ് ഓക്സികാരിക്ക് നിരോക്സീകരണവും നിരോക്സികാരിക്ക് ഓക്സീകരണവും സംഭവിക്കുന്നത്. ഇത് റിഡോക്സ് പ്രവർത്തനത്തിൽ. രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അഭികാരകങ്ങളുടെ ഗാഢത,
അഭികാരങ്ങളുടെ സ്വഭാവം, മർദ്ദം, ഖരപദാർത്ഥങ്ങളിൽ പ്രതല പരപ്പളവ്, താപനില, ഉൾപ്രേരകം ഇവയൊക്കെയാണ് രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന വിവിധ ഘടകങ്ങൾ. അഭികാരങ്ങളുടെ ഗാഢത. 1. അഭികാരങ്ങളുടെ സ്വഭാവം. ഗാഢത, സ്വഭാവം, മർദ്ദം, ഖരപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്രതല പരപ്പളവ്, പിന്നെ താപനില, ഉൾപ്രേരകം ഇവയൊക്കെയാണ് രാസപ്രവർത്തനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെ ഡാഷ് എന്ന് പറയുന്നു. അതാണ് ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നതിന് തന്മാത്രകൾക്ക് നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഊർജത്തെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. ത്രെഷോൾഡ് എനർജി എന്ന് വെച്ചാൽ രാസപ്രവർത്തനത്തിൽ നമ്മൾ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ തന്മാത്രകൾക്ക് ഒരു നിശ്ചിത അളവ് ഗതികോർജം ആവശ്യമാണ്. ഈ ഒരു ഊർജത്തെയാണ് നമ്മൾ ത്രെഷോൾഡ് എനർജി എന്ന് പറയുന്നത്. അടുത്തത്, സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സ്വയം വിഘടനം സംഭവിക്കുന്ന ഒരു സംയുക്തത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. സ്വയം വിഘടനം സംഭവിക്കുന്നതിന് ഒരു സംയുക്തത്തിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഓക്സിജൻ. സ്വയം സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ. സ്ഥിരമായിട്ട് രാസപ്രവർത്തനത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തിൽ മാറ്റമുണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് ഉൾപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകം ഏത്? മാംഗനീസ് ഡയോക്സൈഡാണ്. അതായത് ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ വിഘടനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകം, അതായത് പോസിറ്റീവായിട്ടുള്ള ഉൾപ്രേരകം എന്ന് പറയുന്നതാണ് മാംഗനീസ് ഡയോക്സൈഡാണ് ഇത് പോസിറ്റീവ് ഉൾപ്രേരകം എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ നെഗറ്റീവ് ഉൾപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ് എന്ന് പറയുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡിൻ്റെ നെഗറ്റീവ് ഉൾപ്രേരകം എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡാണ്. പോസിറ്റീവ് ഉൾപ്രേരകം മാംഗനീസ് ഡയോക്സൈഡ് ആണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് ഉൾപ്രേരകമാണ് ഫോസ്ഫോറിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് വനേഡിയം പെൻറ്റോക്സൈഡ്. അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് ഇരുമ്പ്. ഇരുമ്പെന്ന് വെച്ചാൽ അമോണിയയുടെ വ്യാവസായിക ഉൽപ്പാദനത്തിൽ ഉപയോഗിക്കുന്ന പോസിറ്റീവ് ഉൾപ്രേരകമാണ് ഇരുമ്പ്. ജീവകോശങ്ങളിലെ ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ എന്നറിയപ്പെടുന്നതെന്ത്? അതാണ് എൻസൈമുകൾ. എൻസൈം എന്ന് വെച്ചാൽ ജീവകോശങ്ങളിലെ ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ. അതായത് ജീവകോശങ്ങളിലെ ജീവശാസ്ത്രപരമായ ഉൾപ്രേരകങ്ങൾ എന്നറിയപ്പെടുന്നതാണ് എൻസൈമുകൾ എന്ന് പറയുന്നത്.
അടുത്തത് മാർബിളും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. മാർബിളും നേർത്ത ഹൈഡ്രോക്ലോറിക് ആസിഡും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് പോവാതിരിക്കാൻ സാധാരണയായിട്ട് അല്പം ഫോസ്ഫോറിക് ആസിഡ് ചേർക്കാറുണ്ട്. ഇവിടെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ധർമ്മം എന്ത്? അതിൻ്റെ ധർമ്മം പ്രവർത്തന വേഗം കുറയ്ക്കുക. ഹൈഡ്രജൻ പെറോക്സൈഡ് വിഘടിച്ച് പോകാതിരിക്കാൻ അതിൻ്റെ സാധാരണയായിട്ട് അല്പം ഫോസ്ഫോറിക് ആസിഡ് ചേർക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഫോസ്ഫോറിക് ആസിഡിൻ്റെ ധർമ്മം എന്താണ്? പ്രവർത്തന വേഗം കുറയ്ക്കുക എന്നാണ് അതിൻ്റെ കടമ. അടുത്ത് നമുക്ക് സോഷ്യൽ സയൻസ് പരമായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. 1912 ആൽഫ്രഡ് വെഗ്നർ എന്ന ജർമ്മൻ കാലാവസ്ഥാ ശാസ്ത്രജ്ഞനാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്ന ആശയം അവതരിപ്പിച്ചത്. വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചതാണ് ആൽഫ്രഡ് വെഗ്നറാണ് വൻകര വിസ്ഥാപന സിദ്ധാന്തം ആവിഷ്കരിച്ചത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഇപ്പോഴുള്ള എല്ലാ വൻകരകളും ചേർന്ന് പാഞ്ചെ എന്ന ബൃഹത് വൻകരയും അതിനെ ചുറ്റി പന്തലാസ എന്ന മഹാസമുദ്രവും നിലനിന്നുവെന്ന് അദ്ദേഹം വാദിച്ചു. പിന്നീട് വൻകര ഉൾക്കൊള്ളുന്ന ഭാഗം സമുദ്ര അടിത്തട്ടിന് മുകളിലെ പതുക്കെ തെന്നിമാറി ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് ഇപ്പോഴുള്ള വൻകരകൾ രൂപം കൊണ്ടെന്ന് വെഗ്നർ വിശ്വസിച്ചു. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിസ്ഥാപന സിദ്ധാന്തം എന്നൊക്കെ വൻകര വിസ്ഥാപന സിദ്ധാന്തം എന്നൊക്കെ പറയുന്നത്. അടുത്തത് ആൻഡീസാണ്. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വതനിരയാണ് തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ ആൻഡീസ്. ലോകത്തെ ഏറ്റവും ദൈർഘ്യമേറിയ പർവ്വതനിരയാണ് തെക്കേ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ ആൻഡീസ്. അർജന്റീന, ബൊളീവിയ, ചിലി, കൊളംബിയ, ഇക്വഡോർ, പെറു, വെനസ്വേല എന്നീ രാജ്യങ്ങളിലായി 2500 കിലോമീറ്ററാണ് ആൻഡീസിൻ്റെ നീളം. 2500 കിലോമീറ്റർ. ആൻഡീസിൻ്റെ നീളമാണ് 2500 കിലോമീറ്റർ. ലോകത്തെ ഏറ്റവും വലിയ നദിയാണ് ആമസോൺ. ഒറിനോക്കോ, വിൽക്കോമായോ ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ ആമസോൺ മഴക്കാടുകൾ എന്നിവ ആൻഡീസിൻ്റെ സംഭാവനകളാണ്. ഒട്ടേറെ അഗ്നിപർവ്വതങ്ങളും തടാകങ്ങളും ശീതമരുഭൂമിയായ അറ്റക്കാമയുമെല്ലാം ആൻഡീസിൽ ഉൾപ്പെടുന്നു. അടുത്തത് ആൽപ്സാണ് നോക്കുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന പർവ്വതനിരകളിൽ ഒന്നാണ് യൂറോപ്പിലെ ആൽപ്സ്. ലോകത്തെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്ന പർവ്വതനിരയാണ് യൂറോപ്പിലെ ആൽപ്സാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിച്ചേരുന്നത്. സ്വിറ്റ്സർലാൻഡ്, ഇറ്റലി, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ജർമ്മനി, സ്ലൊവേനിയ എന്നീ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആൽപ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ബ്ലാങ്ക് ആണ്. ആൽപ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ബ്ലാങ്കാണ് ആൽപ്സിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും വേർതിരിക്കുന്ന ഈ പർവ്വതനിരയിലാണ് സ്വിറ്റ്സർലൻഡിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഫ്രാൻസിനെയും ഇറ്റലിയെയും വേർതിരിക്കുന്നത് ഈ പർവ്വതനിരയാണ്. ഫ്രാൻസ് ഇറ്റലിയെ വേർതിരിക്കുന്നത്, അതൊന്ന് നോട്ട് ചെയ്യുക. അടുത്തത്
ഹിമാലയം. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ലോകത്തെ ഏറ്റവും വലിയ പർവ്വതനിരയാണ് ഹിമാലയം. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന എന്നീ രാജ്യങ്ങളിലായി ഹിമാലയം പരന്നു കിടക്കുന്നു. 2400 കിലോമീറ്ററാണ് നീളം. ഹിമാലയത്തിൻ്റെ നീളം 2400 കിലോമീറ്റർ. ഹിമാലയത്തിൻ്റെ നീളം 2400 കിലോമീറ്റർ. 5,95,000 ചതുരശ്ര കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തൃതി. 5,95,000 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തൃതി. 24,000 അടിയിലേറെ ഉയരമുള്ള 30 കൊടുമുടികൾ ഉണ്ട്. 24,000 അടിയിൽ ഏറെ ഉയരമുള്ള 30 കൊടുമുടികൾ ഉണ്ട്. ഹിമാലയത്തിൽ മഞ്ഞിൻ്റെ വീട് എന്നാണ് ഹിമാലയം എന്ന വാക്കിനർത്ഥം. മഞ്ഞിൻ്റെ വീട് എന്നാണ് ഹിമാലയം എന്ന വാക്കിന് അർത്ഥം. ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയുടെ ആരംഭം ഹിമാലയത്തിലെ ഗോമുഖിൽ നിന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗയുടെ ആരംഭം ഹിമാലയത്തിലെ ഗോമുഖിൽ നിന്നാണ്. ധ്രുവപ്രദേശം കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുപാളികൾ, അതായത് ഗ്ലേസിയറുകൾ ഉള്ളത് ഹിമാലയത്തിലാണ്. ഏതാണ്ട് 6.5 കോടി വർഷമാണ് പ്രായം. ഏതാണ്ട് 6.5 കോടി വർഷമാണ് പ്രായം. അടുത്തത് മടക്കുപർവ്വതങ്ങളാണ്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം അഥവാ ഫോൾഡിങ് സംഭവിക്കാറുണ്ട്. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദം മൂലം ശിലാപാളികൾക്ക് വലനം അഥവാ ഫോൾഡിങ് സംഭവിക്കാറുണ്ട്. ഇതുമൂലം രൂപം കൊള്ളുന്ന പർവ്വതനിരകൾ ആണ് മടക്കു പർവ്വതനിരകൾ അഥവാ ഫോൾഡ് മൗണ്ടെയ്ൻസ് എന്ന് പറയുന്നത്. ഹിമാലയം, ആൽപ്സ്, ആൻഡീസ്, അറ്റ്ലസ് എന്നിവയൊക്കെ മടക്കുപർവ്വത നിരകളാണ്. അതിന് ഫോൾഡഡ് ആൽപ്സ് പർവ്വതങ്ങൾ എന്നതിൻ്റെ ഒരു ഉദാഹരണങ്ങൾ ചോദിച്ചതൊക്കെ പറയാം. ഹിമാലയം, ഫോൾഡ് മൗണ്ടെയ്ൻസ് ഉദാഹരണം ചോദിച്ചാൽ പറയാവുന്നതാണ്. ഹിമാലയം, ആൽപ്സ്, ആൻഡീസ്, അറ്റ്ലസ് ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. അടുത്തത് സമുദ്രതടവ്യാപനം. വിയോജക സീമകളിലൂടെ ഉപരിതലത്തിൽ എത്തുന്ന മാഗ്മ ഫലകാതിരുകൾ തണുത്തുറയുന്നതിൻ്റെ ഫലമായി പുതിയ കടൽത്തറകൾ സൃഷ്ടിക്കപ്പെടുന്നു. ഈ പ്രതിഭാസത്തെ സമുദ്രതടവ്യാപനം എന്ന് പറയുന്നു. ലോകത്ത് 200 ദശലക്ഷം വർഷത്തിന് മേൽ പഴക്കമുള്ള കടൽത്തറകൾ ഇല്ലാത്തത് ഇതിനാലാണ്. എന്നാൽ ലോകത്തിലെ വൻകരകൾ 2000 ദശലക്ഷം വർഷത്തിനു മേൽ പ്രായമുള്ളവയാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത എവറസ്റ്റാണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ്. 8,850 മീറ്റർ ഉയരമുണ്ട്. 8,850 മീറ്റർ ഉയരമുണ്ട്. 8,850 മീറ്റർ ഉയരമുണ്ട് എവറസ്റ്റിന്. നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെയും അതിർത്തിയിലാണ് എവറസ്റ്റ്. നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെ അതിർത്തിയിലാണ് എവറസ്റ്റ്. നേപ്പാളിൻ്റെയും ടിബറ്റിൻ്റെ അതിർത്തിയിലാണ് എവറസ്റ്റ്. നേപ്പാളുകാർക്ക് ഇത് സാഗർമാതയാണ്. നേപ്പാളുകാർക്ക് അത് സാഗർമാതയാണ്. ടിബറ്റുകാർക്ക് ചെമോലാങ്മയും നേപ്പാളുകാർക്ക് സാഗർമാത. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സർവേയർ ജനറലായിരുന്ന സർ ജോർജ് എവറസ്റ്റിൻ്റെ നേട്ടങ്ങളെ ആദരിച്ചാണ് എവറസ്റ്റിന് ആ പേര് ഇട്ടത്. എവറസ്റ്റ്, K2, കാഞ്ചൻജംഗ, നാഗപർവ്വതം, അന്നപൂർണ, നന്ദാദേവി തുടങ്ങിയ കൊടുമുടികൾ ഹിമാലയത്തിൽ ഉണ്ട്. അടുത്തത് നമുക്ക് ഹിസ്റ്ററി പരമായിട്ടുള്ള ഒന്ന് നോക്കാം. 1830 ബ്രാഹ്മി ഖരോഷ്ഠി ലിപികൾ ആദ്യമായി വായിച്ചെടുത്തത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പ്
1830 ബ്രാഹ്മി, ഖരോഷ്ഠി ലിപികൾ ആദ്യമായി വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസിപ്പ്. ലിഖിതങ്ങളിൽ ലോകന, പ്രിയദർശി എന്ന് വിശേഷിപ്പിക്കുന്ന മൗര്യ ഭരണാധികാരി ആര്? അശോകനാണ് ലിഖിതങ്ങളിൽ ലോകന, പ്രിയദർശി എന്ന് വിശേഷിപ്പിക്കുന്ന മൗര്യ ഭരണാധികാരിയാണ് അശോകൻ. അശോകൻ്റെ ഒരു പ്രത്യേകതയാണ് ലോകന, പ്രിയദർശി. ജൈന ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മഹാജനപദങ്ങളുടെ എണ്ണം 16. ജൈന ബുദ്ധമത ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെടുന്ന മഹാജനപദങ്ങളുടെ എണ്ണമാണ് 16. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസഡർ ആര്? മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസഡറാണ് മെഗസ്തനീസ്. ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കൊട്ടാരത്തിലെ ഗ്രീക്ക് അംബാസഡറാണ് മെഗസ്തനീസ്. മൗര്യ ചരിത്ര പഠന സ്രോതസ്സുകളിൽ ഒന്നായ ഇന്ത്യയുടെ കർത്താവാണ് മെഗസ്തനീസ്. മൗര്യൻ ചരിത്ര പഠന സ്രോതസ്സുകളിൽ ഒന്നായ ഇന്ത്യയുടെ കർത്താവാണ് മെഗസ്തനീസ്. മൗര്യൻ ചരിത്ര പഠന സ്രോതസ്സുകളിൽ ഒന്നായ ഇന്ത്യയുടെ കർത്താവാണ് മെഗസ്തനീസ്. അർത്ഥശാസ്ത്രം ആരുടെ കൃതിയാണ്? കൗടില്യൻ. അർത്ഥശാസ്ത്രം ആരുടെ കൃതിയാണ്? കൗടില്യൻ. അർത്ഥശാസ്ത്രം ആരുടെ കൃതിയാണ്? കൗടില്യൻ. കൗടില്യൻ്റെ മറ്റൊരു പേരെന്ത്? ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. കൗടില്യൻ്റെ മറ്റൊരു പേര് ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ. ഇതൊക്കെ കൗടില്യൻ്റെ പേരാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് ചന്ദ്രഗുപ്ത മൗര്യൻ. ഹരിസേന ഏത് ഭരണാധികാരിയുടെ ആസ്ഥാന കവിയായിരുന്നു? സമുദ്രഗുപ്തൻ. ഹരിസേന ഏത് ഭരണാധികാരിയുടെ ആസ്ഥാന കവിയായിരുന്നു? സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തനാണ് ഹരിസേന എന്ന ഭരണാധികാരിയുടെ ആസ്ഥാന കവി. മുദ്രാരാക്ഷസം എന്ന സംസ്കൃത നാടകത്തിൻ്റെ രചയിതാവ് ആര്? വിശാഖദത്തൻ. മുദ്രാരാക്ഷസം എന്ന സംസ്കൃത നാടകത്തിൻ്റെ രചയിതാവ് വിശാഖദത്തനാണ്. മുദ്രാരാക്ഷസം എന്ന സംസ്കൃത നാടകത്തിൻ്റെ രചയിതാവാണ് വിശാഖദത്തൻ. ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാക്കന്മാർ ആര്? കുശാനന്മാർ. ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാക്കന്മാരാണ് കുശാനന്മാർ. ദേവപുത്ര എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച രാജാക്കന്മാരാണ് കുശാനന്മാർ. 16 മഹാജനപദങ്ങളിൽ രാഷ്ട്രം എന്ന പദവിയിലേക്ക് ഉയർന്നു വന്ന ജനപദം ഏത്? മഗധ. മഗധയാണ് 16 മഹാജനപദങ്ങളിൽ രാഷ്ട്രം എന്ന പദവിയിലേക്ക് ഉയർന്നു വന്ന ജനപദം. 16 മഹാജനപദങ്ങളിൽ രാഷ്ട്രം എന്ന പദവിയിലേക്ക് ഉയർന്നു വന്ന ജനപദം. മഗധയിലെ ആദ്യ ഭരണാധികാരി ആര്? ബിംബിസാരൻ. ബിംബിസാരനാണ് മഗധയിലെ ആദ്യ ഭരണാധികാരി. ബിംബിസാരനാണ് മഗധയിലെ ആദ്യ ഭരണാധികാരി. ഭരണകർത്താവിൻ്റെ പേരും മുദ്രയുമുള്ള നാണയം ആദ്യമായി അവതരിപ്പിച്ച വംശം ഇന്തോ ഗ്രീക്ക്. ഭരണകർത്താവിൻ്റെ പേരും മുദ്രയുമുള്ള നാണയം. ഭരണകർത്താവിൻ്റെ പേരും മുദ്രയുമുള്ള നാണയം ആദ്യമായി അവതരിപ്പിച്ച വംശമാണ് ഇന്തോ ഗ്രീക്ക് വംശം. സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി പുറത്തിറക്കിയ രാജവംശം കുശാനന്മാരാണ്. സ്വർണ്ണ നാണയങ്ങൾ ആദ്യമായി പുറത്തിറക്കിയ രാജവംശമാണ് കുശാനന്മാർ. കുശാനന്മാരാണ് സ്വർണം ആദ്യമായിട്ട് പുറത്തിറക്കിയ രാജവംശം. സ്വർണ്ണ നാണയങ്ങൾ. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്ത്? ന്യൂമിസ്മാറ്റിക്സ്. നാണയങ്ങളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരാണ്
ന്യൂമിസ്മാറ്റിക്സ്. എപ്പിഗ്രഫി എന്തിനെക്കുറിച്ചുള്ള പഠനങ്ങളാണ്? ലിഖിതങ്ങൾ. എപ്പിഗ്രഫി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ലിഖിതങ്ങൾ. ലിഖിതങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് എപ്പിഗ്രഫി. ലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പിഗ്രഫിയെക്കുറിച്ചുള്ള പഠനമാണ്. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പാടലിപുത്ര. മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് പാടലിപുത്രം. രാജാവിനെ പുകഴ്ത്തി രചിക്കുന്ന കാവ്യങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? പ്രശസ്തികൾ. രാജാവിനെ പുകഴ്ത്തി രചിക്കുന്ന കാവ്യങ്ങൾ അറിയപ്പെടുന്നതാണ് പ്രശസ്തികൾ. പ്രശസ്തികൾ എന്ന് പറഞ്ഞാൽ രാജാവിനെ പുകഴ്ത്തി രചിക്കുന്ന കാവ്യങ്ങളാണ് പ്രശസ്തികളെന്ന് അറിയപ്പെടുന്നത്. പ്രയോഗ പ്രശസ്തി എഴുതിയതാരാണ്? ഹരിസേനൻ. പ്രയോഗ പ്രശസ്തി എഴുതിയത് ഹരിസേനൻ. പ്രയോഗ പ്രശസ്തി എഴുതിയതാണ് ഹരിസേനൻ.